സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരത്തിനെതിരെ CPM നേതാവ് ഇ പി ജയരാജൻ സമരം ദുഷ്ടബുദ്ധികളുടെ തലയിൽ ഉദിച്ചത് എന്ന് ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി. അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്നിരുത്തി അനാവശ്യവും ആവശ്യമില്ലാത്ത സമയത്ത് നടത്തിയ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്നതാണ്. ആശാ വർക്കർമാർ സേവന രംഗത്തുള്ളവരാണ്. സന്നദ്ധരായിട്ടുള്ള ആളുകളെ നിയമിക്കലായിരുന്നു. ആദ്യം ഇതിന് കാശൊന്നും കൊടുത്തിരുന്നില്ല. പിന്നെയാണ് അവർക്കൊരു 600 രൂപ കൊടുത്തത്. പിന്നെ അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 1000 ആക്കി. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് വർദ്ധിപ്പിച്ച് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ എല്ലാം വീതം കൂടി ഒരു 13,500 രൂപയിലെത്തി. സെക്രട്ടറി ഒടുവിൽ ആശാ വർക്കേഴ്സ് നടന്ന രാപ്പകൽ സമരം 34ാം ദിവസത്തിലേക്ക് കടന്നു. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മറ്റന്നാൾ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. സലിം മാലിക് വിവരങ്ങളുമായി ചേർന്നു. സലിം, കേരളയിൽ സമരകാലത്ത് എനിക്ക് തോന്നുന്നു ഇ പി ജയരാജൻ തെക്ക് വടക്ക് ദൂരദോഷികൾ എന്നാണ് സമരക്കാരെ വിളിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അതോ AK ബാലനാണോ? ഇ പി ജയരാജൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അത്രത്തോളം ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ആശമാർക്ക് അത്തരം അധിക്ഷേപ വർത്തമാനങ്ങൾ ഒരു പുത്തരിയോ അല്ല, ഒരുപാട് ഇതിനോളം തന്നെ കേൾക്കുകയും ചെയ്യുന്നു. സമരം പക്ഷേ ശക്തമായി തന്നെ മുന്നോട്ടേക്കല്ലേ സലിം? നമ്മുടെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഒന്നും ഇല്ലാതെ പോയല്ലോ എന്നൊരു സങ്കടം മാത്രമാണ് ഹാഷ്മി. ഇവിടെ ഈ സമരം 34ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ ആക്ഷേപങ്ങളൊക്കെ ആശമാർ കേട്ടതാണ്. അത് അങ്ങനെ തുടരുന്നതിനിടയിലും ആ സമരത്തിന്റെ ഒരു കരുത്ത് തെല്ലും ചോർന്നു പോയില്ല എന്നുള്ളതാണ് ഈ കാലയളവിൽ നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെയാണ് ഇ പി ജയരാജൻ രൂക്ഷമായ ഭാഷയിൽ ആശാവർക്കർമാരുടെ സമരത്തെ വിമർശിച്ചത്. അത് മറ്റു ചില ദുഷ്ടശക്തികൾ നിയന്ത്രിക്കുന്ന സമരം എന്നുള്ളതായിരുന്നു ഇ പി ജയരാജൻ പറഞ്ഞത്. അതിനിടയിൽ ഈ ആശമാരുടെ തന്നെ പല ആളുകളും ഇവിടെ ഈ സമരം ചെയ്തിരുന്ന പലവരും ജപ്തി ഭീഷണിയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരുന്ന ഒരു സമരക്കാരി, ഒരു ആശാ വർക്കറിന് അവരുടെ വീട്ടിൽ 9 ദിവസത്തിനുള്ളിൽ പണമടയ്ക്കണമെന്ന് പറഞ്ഞൊരു ജപ്തി നോട്ടീസ് വന്നു എന്നാണ് അറിയുന്നത്. ഇന്ന് അവർ പാലോട് സ്വദേശിനിയാണ്. അവർ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. അവിടേക്ക് അവരുടെ വീട്ടിൽ ആ ജപ്തി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ അത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിൽ കൂടിയാണ് ഇവരൊക്കെ ഈ സമരം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളുമൊക്കെ കേൾക്കേണ്ടിയും വരുന്നത്. പക്ഷേ ഈ 34ാം ദിവസവും സമരത്തിന്റെ കരുത്ത് ചോരുന്നില്ല എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം പിന്തുണയുമായ ഓരോ സംഘടനകൾ വരുന്നു. അതിനപ്പുറത്തേക്ക് നിരവധി ആശമാർ ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നതും നമ്മൾ കണ്ടതാണ്. 17ാം തീയതി വലിയ നിലയിലൊരു സമരം, അത് സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന നിലയിലൊരു സമരം കൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു ജപ്തി നോട്ടീസ് വന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെ പലർക്കും ജപ്തി നോട്ടീസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മടങ്ങാതെ സമരം തുടരുകയാണോ? അതെ, ഞങ്ങൾ മുടങ്ങാതെ സമരം ചെയ്യുകയാണ് സാർ. 34 ദിവസം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുൻപിലാണ് ഇരിക്കുന്നത്. വെയിലോ ചൂടോ മഴയോ ഞങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങളെ ഭരിക്കുന്ന, ഞങ്ങൾക്ക് ധൈര്യം പകർന്നു തരേണ്ട ബഹുമാനപ്പെട്ട ഗവൺമെന്റ് എന്തുകൊണ്ടാണ് മുഖം തിരിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. ഇവിടെ ഇപ്പൊ കുറെ അധികം ആളുകൾക്ക് ഈ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. എനിക്ക് സിവിലായി കിടക്കുന്നുണ്ട്. ഞാൻ ലോൺ എടുത്തിട്ട് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ല, 33ാമത്തെ വർഷമാണ് ഞാൻ ഈ ആരോഗ്യരംഗത്ത് ഞാൻ സേവനം അനുഷ്ഠിച്ചു വരുന്നത്. ഇപ്പോൾ ആശാവർക്കറായിട്ട് ഞാൻ പണി ചെയ്യാൻ തുടങ്ങിയിട്ട് 17 വർഷമായി. 18ാമത്തെ വർഷമാണ്. ഈ അവസ്ഥയിൽ എനിക്കിപ്പോൾ 63ാമത്തെ വയസ്സാണ്. ഈ 63 വയസ്സിൽ ഞാൻ എന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഇനി തുടർന്നുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഇല്ലാത്ത അവസ്ഥ, ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഞങ്ങൾക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ വയ്യ. ഈ ഫണ്ടാറും അതുപോലെ ചേച്ചി, ഇപ്പൊ ഇ പി ജയരാജൻ ഇന്നും ഈ സമരക്കാരെ ഏതെങ്കിലും ദുഷ്ടശക്തികൾ നിയന്ത്രിക്കുന്ന സമരക്കാർ എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ ആക്ഷേപമൊക്കെ കേൾക്കുന്നതാണ് 34 ദിവസവും. ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഇ പി ജയരാജൻ പറയുന്നത് അങ്ങനെയാണ്. പറഞ്ഞോണ്ടിരിക്കട്ടെ. ഞങ്ങളെ വിജയം കണ്ടാലേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുള്ളൂ. അതുവരെയും ഞങ്ങൾ ഇവിടെ തന്നെ കാണും. അങ്ങനെ ഏതെങ്കിലും ദുഷ്ടശക്തികളാണോ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? ഞങ്ങളൊന്നുമല്ല കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഇവരുടെ കൂടെ ഇവിടെ വന്ന് സമരത്തിന് ചെയ്തത്. അത് പറഞ്ഞ വ്യക്തിക്ക് ദുഷ്ടശക്തി എന്താണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അവര് ഞങ്ങളെ ഇങ്ങനെ ആശമാരെ ഇങ്ങനെ ഇട്ട് പന്ത് തട്ടുമ്പോൾ അവർക്ക് തട്ടാവല്ലോ. എന്നാൽ ഞങ്ങൾ ആശമാർ ചോദിക്കുന്നതിന്റെ ആ വേദന അവർ തന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ഞങ്ങൾക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ. പിന്നെ വീട്ടിലാണ് ഇന്നും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാരും വിളിക്കും, ചേച്ചി എപ്പോഴും വരും, ഇതെല്ലാം സമരമല്ല ഒത്തുതീർപ്പായോ എന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് നിങ്ങളും ഒരു ഇതായിട്ട് കാണുമല്ലേ. അപ്പൊ ദുഷ്ടശക്തികളെന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്ത് അവകാശമാണുള്ളത്? ഞങ്ങൾ 2 കൈയും 2 കാലുമുള്ള വ്യക്തികളാണ്. ഈ ദുഷ്ടശക്തികളെന്ന് വരുന്ന അല്പമെങ്കിലും മനസാക്ഷിയുള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഐക്യദാർഢ്യം പറയാൻ വരുന്നത്. അവർക്ക് മനസ്സ് അല്പമെങ്കിലും അലിവുണ്ട്. ഒട്ടും അലിയാത്ത ഒരു കരിങ്കല്ലിരിപ്പുണ്ട് ഞങ്ങളുടെ ബാക്ക് സൈഡിൽ. അവർ എന്ത് ഉദ്ദേശിച്ചാണ് ഇരിക്കുന്നത്? മനസ്സിലാക്കാത്തത് ഇത്രയും ഈ 34 ദിവസം എന്ന് പറഞ്ഞ 1 മാസവും 4 ദിവസവും
ഒരു വ്യക്തി ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ വീട്ടിൽ തിരിച്ചു ചെന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇന്നലെ എന്റെ വീട്ടിൽ വന്ന് കറണ്ട് ബില്ല് ഊരിക്കൊണ്ട് പോയി. കറണ്ടിന് പൈസ അടയ്ക്കാൻ ഫീസ് ഊരിയിട്ട് പോയി. ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ എന്റെ കുട്ടികൾ വീട്ടിൽ ഇല്ലല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ഇരിക്കുന്നു. ഭർത്താവ് ഇന്നലെ ഇരുട്ടത്താ കിടന്നത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നെന്നാണ്. ഹാഷ്മി, അത് തന്നെയാണ് ചില ദുഷ്ടബുദ്ധികളുടെ ശക്തി തലയിൽ ഉദിച്ച സമരം എന്ന ഇ.പി. ജയരാജന്റെ പ്രസ്താവനയോട് വലിയ രൂക്ഷമായ ഭാഷയിലാണ് ആശമാരുടെ പ്രതികരണം. മാത്രമല്ല, ഇപ്പോൾ നമ്മളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ കേട്ടു, ചിലർക്ക് കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യമുണ്ട്. അതിനിടയിൽ ജപ്തി നോട്ടീസ് വരുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴും അങ്ങനെ സകല പ്രതിസന്ധികളും നേരിട്ടാണ് ഈ സമരം തുടരുന്നത്. ആ പ്രതിസന്ധികൾക്കിടയിൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ അപഹസിക്കലുകളെയും അവർ ആ നാണയത്തിൽ തന്നെ അതേപോലെ ആ നിലയിൽ തന്നെ തിരസ്കരിച്ചുകൊണ്ടാണ് ഇവർ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. 17-ാം തീയതി നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം അത് വലിയ വിജയമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെയും അതേ ദിവസം തന്നെ CITU ആശമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു തീരുമാനമായിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു യോഗം നടത്തുന്നു 17-ാം തീയതി എന്ന് പറഞ്ഞ് ഇതിനോടകം തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഈ സമരത്തെ പൊളിക്കാനാണ് എന്നുള്ളതാണ് സമരക്കാർ ആക്ഷേപിക്കുന്നത്. പക്ഷേ സമരക്കാർ പിന്തിരിയാൻ തയ്യാറല്ല. ഹാഷ്മി, സലിം മാലിക്കാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മാസം കിട്ടുന്നത് കേവലം 7,000 രൂപയാണെങ്കിൽ ഒരു ദിവസം 232 രൂപയാണെങ്കിലും അതുപോലും കുടിശ്ശിക പലപ്പോഴും ആയിട്ടുണ്ടെങ്കിലും ഇതിലിരിക്കുന്ന അമ്മമാരും ചേച്ചിമാരും മാത്രം വരുമാനം കൊണ്ടുവരുന്ന വീടുകളൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളും. അവരൊക്കെ ഏതാണ്ട് പട്ടിണിയുടെ വക്കോളം എത്തിയിരിക്കുന്നു. പല പ്രതിസന്ധികൾ അവരുണ്ട്. അമ്മമാരാണ്, മക്കളെ കേട്ടിട്ടാണ് വന്നിരിക്കുന്നത്. മക്കൾക്ക് പരീക്ഷാകാലമാണ്. മാത്രമല്ല കൊടും ചൂടും കൊടും വെയിലിൻ്റെയും കാലമാണ്. ഈ പറയുന്ന അൾട്രാവയലറ്റ് രശ്മി അടിച്ചാൽ നമ്മുടെ സ്കിന്നിൽ വലിയ പൊള്ളലൊക്കെ ഉണ്ടാകും, സൂര്യാഘാതം ഉണ്ടാകും. നമ്മൾ നിരന്തരം സർക്കാർ സംവിധാനത്തിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനൊക്കെ ഇടയിലാണ് ഒരു കുറച്ച് പാവ അമ്മമാർ ഈ ദിവസങ്ങൾ അത്രയും അവിടെ ഇരിക്കുന്നത്. അവരെ ഇപ്പോൾ ദുഷ്ടബുദ്ധികൾ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കാതെ ജസ്റ്റ് വിളിച്ചു വരുത്തി രണ്ട് നല്ല വാക്ക് സംസാരിക്കാനെങ്കിലും സർക്കാർ ഇനിയും തയ്യാറാവാത്തത് സങ്കടകരമാണ്.